ശ്രീ സേനാപതി വേണു, ഒരു തെരഞ്ഞെടുപ്പ് വർഷം വരാനിരിക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനുണ്ട്, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനുണ്ട്. ഏറ്റവും ഒടുവിൽ ഇതുവരെ ഉണ്ടായ ഉപതെരഞ്ഞെടുപ്പുകളിൽ ചേലക്കര ഒഴികെ ബാക്കി എല്ലാ ഉപതെരഞ്ഞെടുപ്പും വിജയിച്ചതിന്റെ ആത്മവിശ്വാസമുണ്ട്. ഏറ്റവും ഒടുവിൽ തൊട്ടു മുൻപ് വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ നേടുന്ന ഈ മിന്നുന്ന വിജയം നിങ്ങൾ തീർച്ചയായും ആത്മവിശ്വാസം പകരുന്നതായിരിക്കും. പക്ഷേ ഇതിനെ ഒരു നിലമ്പൂർ ഒരു പ്രത്യേക കേസായി പരിഗണിക്കണം. നിലമ്പൂർ ഒരുപക്ഷെ ഒരു ഭരണത്തിന്റെ വിലയിരുത്തലിനൊക്കെ അപ്പുറത്ത് അവിടെ ഉണ്ടായ ഈ ബഹളത്തിന്റെ ഒക്കെ ആകത്തുകയാണ്. അങ്ങനെ ഒരു വാദം ഉയർന്നു വരുന്നുണ്ട്. താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ആത്മവിശ്വാസം പകരുന്നുണ്ടെങ്കിൽ പോലും അതിന്റെ ഒരു സാമ്പിൾ വെടിക്കെട്ടായി നിങ്ങൾ കാണുന്നുണ്ടോ? ഇവിടെ അപർണ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നിലമ്പൂരിലുണ്ടായ ഉപതെരഞ്ഞെടുപ്പ് ചേലക്കരയിൽ നിലവിലെ നിലവിലെ MLA രാജിവെച്ച് ഉണ്ടായ ഒരു ഉപതെരഞ്ഞെടുപ്പല്ല, പോലെയല്ല. പാലക്കാട്ടെ നിലവിലെ സാമാജികൻ രാജിവെച്ചതിന് ശേഷം ഉണ്ടായ അതുപോലെയുള്ള ഒരു തെരഞ്ഞെടുപ്പല്ല. ഇവിടെ ഭരണമുന്നണിയിലെ തന്നെ ഒരു ആള് ആ ഗവൺമെന്റിനെതിരെ അയാളുടെ കുറ്റപത്രം തന്നെ സമർപ്പിച്ചുകൊണ്ടല്ലേ അയാൾ പുറത്തേക്ക് വരുന്നത്. അതല്ലാതെ വേറൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിട്ട് ഇദ്ദേഹത്തെ പാർട്ടി നിയോഗിച്ചതിന്റെ പേരിലുണ്ടായ ഒരു ഉപതെരഞ്ഞെടുപ്പല്ലല്ലോ. ആ ഗവൺമെന്റിനെതിരെ ഇദ്ദേഹമാണ് പറയുന്നത് ഇവിടെ പിണറായിസം, ഭരണത്തിന്റെ മറവിൽ നടക്കുന്ന കൊള്ളരുതായ്മകൾ, പോലീസിൽ നടക്കുന്ന അഴിമതികൾ, കള്ളക്കടത്ത്, ഹവാല, സ്വർണം പൊട്ടിക്കല്, ഇങ്ങനെ മനുഷ്യൻ കേട്ടാൽ ഭയപ്പെടുന്ന ഒരു ഭരണകൂടത്തിന് ചെയ്യാൻ കഴിയുമോ എന്ന് നമ്മൾ സംശയിച്ചു പോകുന്ന കാര്യങ്ങൾ നടക്കുന്നു എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അൻവർ രാജിവെക്കുകയും ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്തു. അപ്പോ അൻവർ പറഞ്ഞ കാര്യം തെറ്റാണ് എന്നതും ഗവൺമെന്റിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വിലയിരുത്തലുകൾ ശരിയല്ല എന്നും ഗവൺമെന്റിന് തെളിയിക്കാൻ ബാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പായത് എന്ന് പറഞ്ഞാൽ പിണറായി സർക്കാരിന്റെ തീർച്ചയായും ഇതുവരെയുള്ള പ്രവർത്തനത്തിന്റെ ബാലൻസ് ഷീറ്റാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞെന്താ, ശ്രീ VD സതീശനും അതോടൊപ്പം തന്നെ KPCC അധ്യക്ഷനും കുഞ്ഞാലിക്കുട്ടി സാഹിബും ഒക്കെ പറഞ്ഞ ഒരു കാര്യം എന്താ, ഇത് പിണറായി ഗവൺമെന്റിന്റെ 9 വർഷത്തെ പ്രവർത്തനത്തിന്റെ ബാക്കി പത്രമാണ്, വിലയിരുത്തലാണ്. ആ വിലയിരുത്തൽ ജനങ്ങൾ നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഞാൻ സൂചിപ്പിക്കാൻ പോകുന്നത് വാട്ടർലൂ ആണ്. ജൂൺ 18 വാട്ടർലൂ. 1815 നെപ്പോളിയൻ വാട്ടർലൂവിൽ പരാജയപ്പെടുന്നത് ജൂൺ 18 ഇവിടെ ജൂൺ 19 റിസൾട്ട് വന്നത് 23 വാട്ടർലൂ പിണറായി വിജയന്റെ ആരംഭിച്ചു. അത് ജൂൺ 18 യഥാർത്ഥ വാട്ടർലൂ എങ്കിൽ ഇവിടെ ജൂൺ 19 മാറി എന്നുള്ളതാണ്. അത് 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ ആയിരുന്നു, അതിന്റെ റിഹേഴ്സൽ ആയിരുന്നു. ആ ഫലം പുറത്തു വന്നിരിക്കുകയാണ്. ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞ ഒരു കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ്. ഒരു മുഖ്യമന്ത്രി നേരിട്ട് എല്ലാ പഞ്ചായത്തുകളിലും അദ്ദേഹം പോകുന്നു. ആ പഞ്ചായത്തുകളിലെല്ലാം പോകുമ്പോഴും ഇവിടെ തെരഞ്ഞെടുപ്പിൽ ഇവർ പറയുന്നത് എന്താ, ഞങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. 900 വാഗ്ദാനങ്ങളാണ് നൽകിയിരുന്നത്, അതിലിപ്പോ 50ഓടെ കൂടി 950 ഞങ്ങൾ പൂർത്തീകരിച്ചു എന്ന്. ഒരു സംശയം, ഒരു വളരെ ന്യായമായ സംശയമാണ്. ഇതിൽ എത്ര വിഷയങ്ങൾ നിങ്ങൾക്ക് പ്രചാരണ കാലയളവിൽ ഉയർത്താൻ പറ്റി? അവിടെ നിന്ന് ഉയർന്നു കേട്ടിരുന്നത്, മാധ്യമങ്ങളിലൂടെ അടക്കം ഉയർന്നു കേട്ടിരുന്ന ആരോപണങ്ങൾക്കപ്പുറത്തേക്ക് ഒരു കൃത്യമായി സർക്കാരിനെ പ്രതിക്കൂട്ടിൽ പോലെയുള്ള ചോദ്യം ചെയ്യലുകൾ ഈ കാലയളവിൽ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിലാണ് ജനങ്ങൾ അതിനാണ് മറുപടി നൽകിയത് എന്ന് പറയുന്നത്. അതിനപ്പുറത്ത് അവിടെ നടന്ന ബഹളങ്ങൾ, അൻവർ അല്ലെങ്കിൽ അത്തരം സാർവലൗകികമായ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെട്ടതിനപ്പുറത്തേക്ക് സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ എത്ര കണ്ട് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞു? അങ്ങനെയാണെങ്കിൽ നമുക്കിത് അതിന്റെ വിലയിരുത്തലാണ്, കൃത്യമായി അതിന് മറുപടി നൽകിയതാണെന്ന് പറയാം. അല്ല, സാധാരണക്കാരന്റെ വിഷയം മാത്രമാണ് ഞങ്ങൾ അവിടെ ചർച്ച ചെയ്തത്. ഞങ്ങൾ ചർച്ച ചെയ്ത വിഷയങ്ങളെ വക്രീകരിച്ചു എന്നുള്ളതാണ്. ഇവിടെ ശ്രീജിത്ത് പണിക്കർ ഒരു കാര്യം പറഞ്ഞായിരുന്നല്ലോ, ഞങ്ങൾ പറഞ്ഞത് എന്താ, ആളുകൾക്ക് ലഭിക്കേണ്ട പെൻഷൻ സമയങ്ങളിൽ ലഭിക്കുന്നില്ല. പല മാസങ്ങളിൽ ലഭിക്കേണ്ട പെൻഷൻ കുടിശ്ശിക അത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ കൊടുക്കുന്നു. ആ കൊടുക്കുന്നതിനെ കൈക്കൂലിയായിട്ടാണ് ചിത്രീകരിച്ചത്. ഞങ്ങൾ പറഞ്ഞൊരു കാര്യം. രണ്ടാമത്, നിങ്ങളും ഞാനും അറിയേണ്ടത്, അവിടെ ഒരു നിശബ്ദ വിപ്ലവം ഉണ്ടായിരുന്നു. ആ വിപ്ലവം മറ്റാരും നടത്തിയതല്ല, അത് ആശാ വർക്കർമാർ നടത്തിയതാണ്. ഇന്നിപ്പോ അവരുടെ സമരം ഏതാണ്ട് 150 ദിവസത്തോളം എത്താൻ പോവുകയാണ്. ആ സാധുക്കളായ സ്ത്രീകൾ രാത്രി 2 മണിക്ക് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കൊടിയ മഴ പെയ്യുമ്പോൾ ആ മഴ ശരീരത്തിൽ ഏക്കാതിരിക്കാൻ വലിച്ചു കെട്ടിയ പ്ലാസ്റ്റിക് ഷീറ്റ് പിടിച്ചുകൊണ്ടു പോകുന്ന ഫാസിസം കേരളത്തിൽ നടക്കുകയാണ്.
കേരളത്തിലെ അമ്മമാർ, സാധാരണക്കാർ, അവർ ഈ ഗവൺമെന്റിനെതിരെ പ്രതികരിച്ച ഒന്ന് അവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ട്, വനിതാ പോലീസിന്റെ റാങ്ക് ലിസ്റ്റിൽ വന്ന കുറെ സാധുക്കളായ പെൺകുട്ടികൾ, കയ്യിൽ കർപ്പൂരം കത്തിച്ചവർ, മുട്ടിലിഴഞ്ഞവർ, ശയനപ്രതിഷ്ഠ നടത്തിയവര്, വായ മൂടിക്കെട്ട് പ്രതിഷേധിച്ചവർ, ഒറ്റക്കാലിൽ നിന്ന് പ്രതിഷേധിച്ചവർ, അവർ പറഞ്ഞത് ഞങ്ങളുടെ ഒരു 10 പേരെ നിങ്ങൾ ഈ റാങ്ക് ലിസ്റ്റിൽ ഒന്ന് ഉൾപ്പെടുത്തുക. അവരുടെയൊക്കെ കണ്ണീരും വേദനയും അവർണ ഒരു സംശയവും വേണ്ട, അതൊക്കെ നിലമ്പൂരിന്റെ മണ്ണിൽ ഞങ്ങൾ നല്ല ഭംഗിയായി ഞങ്ങളുടെ കുടുംബയോഗങ്ങളിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്കെതിരെ അവർ പറയുന്നത് എന്താ? ജമാഅത്ത് ഇസ്ലാമി ഞങ്ങളെ പിന്തുണച്ചു, വെൽഫെയർ പാർട്ടി ഞങ്ങളെ പിന്തുണച്ചു, ഈ വക കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഉപരി വിപ്ലവമായി മുഖ്യമന്ത്രി വന്നത് പ്രോഗ്രസ് റിപ്പോർട്ടുമായിട്ടാണ്. പക്ഷെ പിന്നെ പ്രോഗ്രസ് റിപ്പോർട്ടിനെ കുറിച്ചൊന്നും മുഖ്യമന്ത്രി പറയുന്നില്ല. മുഖ്യമന്ത്രി പോലും പറയുന്നത്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, KC വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നത് പെൻഷൻ കൊടുക്കുന്നത് എന്താ പറഞ്ഞ കൈക്കൂലിയാണ്. ഇതല്ലേ മുഖ്യമന്ത്രിയും അവിടെ ഉയർത്തിയ ആരോപണം. അല്ലാതെ തന്റെ ഗവൺമെന്റ് ഇന്ന കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടല്ലോ അദ്ദേഹം വോട്ട് ചോദിച്ച്. അങ്ങനെ വോട്ട് ചോദിക്കാൻ അദ്ദേഹത്തിന് പറ്റത്തില്ലെന്നേ. 450 രൂപ വെളിച്ചെണ്ണയുടെ വിലയെത്തി നിൽക്കുന്നു. നാളികേര കർഷകന് കാര്യമായിട്ടൊന്നും കിട്ടുന്നുമില്ല. ഇതുപോലെ വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുന്ന, സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത കേരളത്തിലെ പോലീസ് സംവിധാനം ഇതുപോലെ തകർന്നത് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞതെന്താ? പോലീസ് സ്റ്റേഷനിൽ തൊണ്ടി മുതലായി കൊണ്ടുവന്നിരിക്കുന്ന സൈക്കിൾ പോലീസുകാരൻ മോഷ്ടിക്കുന്നു. പിന്നെ ഈ നാട്ടിൽ എന്താണ്? പോലീസുകാരൻ സഹപ്രവർത്തകയുടെ നഗ്നചിത്രം അവര് ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് എടുത്തിട്ട് അവൻ അയച്ചു കൊടുത്ത് ഭീഷണിപ്പെടുത്താനായിട്ട് പോകുന്നു. പോലീസുകാരൻ നാടിന്റെ ക്രമസമാധാന നിലയും നാട് സുരക്ഷിതമായിട്ട് കൊണ്ടുപോകേണ്ട പോലീസുകാരൻ നക്ഷത്ര എന്താ പറഞ്ഞ അനാശാസ്യ കേന്ദ്രം നടത്തി അവനെ പിടിക്കുന്നു. ഞങ്ങൾ ഇതൊക്കെയാ ജനങ്ങളോട് പറഞ്ഞത്. ഇവിടെ വർത്തമാന കാലഘട്ടത്തിൽ കേരളത്തിൽ നടക്കുന്ന മനുഷ്യന് പുറത്തിറങ്ങാൻ പറ്റാത്ത കോൺഗ്രസിന്റെ വിജയമാണ്. കോൺഗ്രസ് വളരെ കൃത്യമായി ആധികാരികമായ ഒരു വിജയം തന്നെ നേടിയിട്ടുണ്ട്. പക്ഷെ അവിടെ ലീഗിന്റെ പിന്തുണയും ലീഗിന്റെ പ്രവർത്തനവും നമുക്ക് ചെറുതായി കാണാനാവില്ല. കാരണം ഇത്രയും കാലം ഒരിക്കലും UDF-ന് കിട്ടാതിരുന്ന ലീഗിന്റെ വോട്ടുകൾ നിലമ്പൂരിൽ ഇത്തവണ വന്നതല്ലേ ഇങ്ങനെ ഒരു വിജയത്തിന് കാരണം. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അങ്ങനെ വോട്ട് ഉറപ്പിക്കണമെങ്കിൽ ലീഗ് പറയുന്നതും കേൾക്കേണ്ടി വരും. കുഞ്ഞാലിക്കുട്ടി PV അൻവറിനെ എടുക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ പ്രതിപക്ഷ നേതാവിന് അതിനൊട്ടും താല്പര്യമില്ല എന്നത് ഇന്നത്തെ നോ കമന്റ്സിൽ വ്യക്തമാണ്. ഈ പ്രശ്നങ്ങളൊക്കെ തീർത്തിട്ട് വേണം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ കൊടുങ്കാറ്റായി 100 സീറ്റ് വാങ്ങാൻ. ഒന്ന്, ഈ PV അൻവറിന്റെ വിഷയം അതൊരു അടഞ്ഞ അധ്യായമല്ല. അതിനിയും ഞങ്ങൾ മുന്നണിയിൽ ചർച്ച ചെയ്യാം. PJ ജോസഫ് മുന്നണിയിലേക്ക് തിരിച്ചു വരുമെന്നൊരു ഘട്ടം വന്നു കഴിഞ്ഞപ്പോഴേക്കും വലിയ എതിർപ്പ് മുന്നണിക്കകത്തും ഉണ്ടായിരുന്നു. എന്താ പറയുക, കേരള കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു 2011. PJ ജോസഫ് വന്നു, ചർച്ച ചെയ്ത് അദ്ദേഹം വന്നു. അദ്ദേഹം ഇന്ന് മുന്നണിക്കൊപ്പമുണ്ട്. അദ്ദേഹത്തിന് വന്ന പാർട്ടി അവരപ്പുറത്തേക്ക് പോകുന്ന സ്ഥിരീക്ഷിക്കുക. അപ്പൊ രാഷ്ട്രീയത്തിൽ ഇതൊന്നും നമുക്ക് അങ്ങനെ പ്രവചിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഏതായാലും 19,760 വോട്ട് നേടിയ ഒരാൾ, അങ്ങ് ചോദിച്ച ചോദ്യത്തിന് ഒരു വാക്കിൽ കൂടി മറുപടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അതായത് ഈ അൻവർ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ വിജയം കൂടുതൽ തിളക്കകരം ആകുമായിരുന്നില്ലെന്ന് ഞാൻ പറയുന്നു. അപർണ, ഞാനൊരു രാഷ്ട്രീയ വിദ്യാർത്ഥി ആയതുകൊണ്ട് പറയുന്നു, പൊളിറ്റിക്സിൽ അങ്ങനെ ഒരിക്കലും 1, 2 എന്നല്ല. ഞങ്ങൾ അൻവറിനെ കൂട്ടിയെങ്കിൽ ഈ 19,760 ഞങ്ങൾക്ക് കിട്ടത്തില്ല. അൻവർ സ്വന്തമായി മത്സരിച്ചതുകൊണ്ട് ഇടതുപക്ഷത്തിന്റെയും വോട്ട്, UDF-ന്റെയും വോട്ട്, ചിലപ്പോൾ BJP-ക്ക് ചെയ്യുന്ന വോട്ടുകൾ പോലും അൻവറിന് അതൊരു പ്രത്യേക വികാരത്തിന്റെ പേരില്ല. കാരണം 9 കൊല്ലക്കാലം നിയമസഭാ സാമാജികനായിട്ടിരുന്ന ഒരാള്, അദ്ദേഹം ജനങ്ങളുമായിട്ടുള്ള ബന്ധം, അതിന്റെ ഒക്കെ പേരില്ല. ഇനി ചിലപ്പോൾ ഞങ്ങളുടെ കൂടെ കൂടിയാ 4000, 5000 വോട്ട് ചിലപ്പോൾ കൂടുതൽ കിട്ടാം ആയിരിക്കാം. പക്ഷേ 19,760 വോട്ട് ഇനി അൻവറിന് വോട്ട് ചെയ്തത് ആരാണെന്നുള്ളത് നമുക്ക് ആർക്കും കാണാൻ പറ്റത്തില്ല. കാരണം രഹസ്യ ബാലറ്റാ. പക്ഷേ രാഷ്ട്രീയ വിദ്യാർത്ഥികളും രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയം ശ്രദ്ധിക്കുന്നവരും ഒക്കെ ആയതുകൊണ്ട് ഏതെങ്കിലും പ്രദേശം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്ന ആളുകളുടെ വോട്ട് അല്ലെങ്കിൽ ഇന്ന വിഭാഗത്തിന്റെ വോട്ട് പോയിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു കാരണവശാലും ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അൻവർ വന്നു എന്നതുകൊണ്ട് ഈ 19,760 UDF-ലേക്ക് വരുമെന്ന് ഒരാൾക്കും കരുതാൻ പറ്റില്ല. ചെറിയ ചില മാറ്റം ഉണ്ടാകാം, ചിലപ്പോൾ 4000, 5000 ഒക്കെ ഉണ്ടാകാം. പക്ഷേ അൻവർ ഞങ്ങളോട് ശ്രീ സേനാപതി വേണ്ട, ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ഇന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞത് പക്ഷെ ഒരു 25,000 വോട്ടിന്റെ ഒക്കെ ഭൂരിപക്ഷം വരെയൊക്കെ കിട്ടാമായിരുന്നു കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. ശ്രീജിത്ത്, ഈ ഒരു വിഷയം, അതായത് ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്തു നോക്കിയാൽ കാണുന്നത് നിലപാടുകളുടെ രാജകുമാരൻ ആര് എന്ന ചോദ്യത്തിന് VD സതീശൻ, സതീശനിസം, അങ്ങനെ പല വിശേഷണങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്.